ഡിസംബർ 15 മുതൽ വിമാന നിരക്കിലും വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. 5 ദിവസം കൂടി കഴിഞ്ഞാൽ 2 ഇരട്ടിയും 3 ഇരട്ടി വരെയുമാണ് വർധന. ടിക്കറ്റ് നിരക്ക് വർധനയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. നമുക്ക് നെടുമ്പാശ്ശേരിയിലേക്ക് പോകാം. അഞ്ജന അനിൽകുമാർ നമുക്ക് പോകുന്നുണ്ട്. ഗുഡ് ഈവനിങ് അഞ്ജന. ഇപ്പോൾ ബംഗളൂരുവിലെയും കോഴിക്കോട്ടെയും പ്രതികരണങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. വിമാന യാത്രയെ ആശ്രയിക്കാം എന്ന് കരുതി നോക്കിക്കഴിഞ്ഞാൽ അതിനും സാധിക്കാത്ത ഒരു അവസ്ഥയാണോ? വെരി ഗുഡ് ഈവനിങ് സുജയ. അങ്ങനെ തന്നെയാണ്. വിമാനയാത്രയെ ആശ്രയിക്കാമെന്ന് കരുതിയാൽ അതിന് കഴിയുന്ന ഒരു സാഹചര്യമല്ല. നമുക്കറിയാവുന്നതുപോലെ കുറച്ച് ദിവസങ്ങൾക്കകം അവധിക്കാലമാണ്. സ്വന്തം നാട്ടിലെത്തുക, ക്രിസ്മസ് കുടുംബത്തോടൊപ്പം ആഘോഷിക്കുക എന്നതെല്ലാം നമ്മളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാൽ അതിന് കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മലയാളികളെല്ലാം തന്നെ ഈ അവധിക്കാലത്താണ് നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അവർക്ക് നാട്ടിലെത്താൻ കഴിയുന്നതല്ല ഇപ്പോഴത്തെ വിമാന നിരക്കുകളുടെ അവസ്ഥ. നമുക്കറിയാവുന്നതുപോലെ ഡൽഹിയിലാണെങ്കിലും ബാംഗ്ലൂരിലാണെങ്കിലും ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവർക്കെല്ലാം സെമസ്റ്റർ വെക്കേഷന്റെയും ക്രിസ്മസ് വെക്കേഷന്റെയും എല്ലാം കാലമാണ്. 10 ദിവസത്തേക്കൊന്ന് നാട്ടിൽ വരണമെന്ന് കരുതിയാൽ അതിന് കഴിയാത്ത രീതിയിലാണ് നിരക്കുകളെല്ലാം തന്നെ. പ്രത്യേകിച്ചും ഈ ഡൽഹി, മുംബൈ, ബാംഗ്ലൂരിലെല്ലാം തന്നെ വിമാന നിരക്കുകൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ മുംബൈയിലെ വിമാന നിരക്കാണെങ്കിൽ 6 ഇരട്ടിയാണ് ഈ ഒരു സീസൺ ആയപ്പോഴേക്കും വർദ്ധിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പലരും യാത്ര ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്, നാട്ടിലെത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് അവർക്കുള്ളത്. കൂടാതെ നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിലും കുടുംബമായി അവിടെ സെറ്റിൽ ചെയ്തവരുണ്ട്. 4 പേരും 5 പേരും അടക്കുന്ന ഒരു കുടുംബത്തിന് നാട്ടിലെത്തണമെങ്കിൽ വലിയൊരു തുക തന്നെ ചെലവാക്കേണ്ടി വരും. ഒരാൾക്ക് മിനിമം 10,000 എന്ന നിലയിലാണ് ഇപ്പോഴത്തെ വിമാന നിരക്കുകൾ അനുസരിച്ചുള്ള കണക്ക്. കൂടാതെ ഇനി വരും ദിവസങ്ങളിൽ അത് വർദ്ധിക്കുക തന്നെ ചെയ്യും. ഡിസംബർ 15 മുതൽ ജനുവരി ആദ്യത്തെ ആഴ്ച വരെയുള്ള വിമാന നിരക്കുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കറ്റ് കാലിയാകും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രക്കാരുണ്ട്. ഇവരെല്ലാം തന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള ആളുകളുടെ വീട്ടിലേക്ക് പോകാനായി ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെയുള്ളവർ ഇങ്ങോട്ട് വരാനായും ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ ഒന്നെടുക്കാം. ചേട്ടാ, ഇപ്പോൾ ഡൽഹിയിലേക്ക് പോകാനാണെന്ന് തോന്നുന്നു അല്ലേ? ഡൽഹിയിലേക്ക് 2 പേർക്ക് 20,000 രൂപ, തിരിച്ചിങ്ങോട്ട് 15,000 30,000 രൂപ 2 പേർക്ക്. ഞായറാഴ്ചത്തേക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തേക്കുന്നത് 7,000 രൂപയ്ക്ക് കിട്ടേണ്ട ടിക്കറ്റാണ് 15 രൂപയ്ക്ക് കിട്ടിയേക്കുന്നത്. അത് ഇത്തിരി കോസ്റ്റ്ലിയാണ്. കാരണം ഞങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടും കൊണ്ട് എടുക്കാതിരിക്കാൻ പറ്റത്തില്ലാത്തതും കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ആയിരിക്കുക. പിന്നെ എന്ത് ചെയ്യാനായിട്ടാ, എങ്ങനെ കുറച്ച് കിട്ടുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നല്ലൊരു തുക തന്നെ 50,000 രൂപ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ചിലവാകുന്നുണ്ട്. 30,000 ആകേണ്ടത് 20,000 കൂടുതൽ ഞങ്ങൾക്ക് ചിലവാകുന്നുണ്ട്. അതായത് 2 പേരുടെ അവസ്ഥയാണ് അഞ്ജന. അത് തന്നെ ഒരു റെഫറൻസ് ആണ്.